നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിൻ്റെ സ്ഥാനാരോഹണം നാളെ വത്തിക്കാൻ നടക്കാനിരിക്കെ അദ്ദേഹത്തിൻ്റെ ജന്മനാട് വലിയ സന്തോഷത്തിലാണ്. മാമൂടാണ് അദ്ദേഹം ജനിച്ചത്. സ്ഥാനാരോഹണ സമയത്ത് മാത്യു ഇടവകയായ മാമൂട് ലൂർദ് മാതാ പള്ളിയിലും ചങ്ങനാശ്ശേരി ഉപതയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. രാജ്യത്തെ ക്രൈസ്തവ സഭയ്ക്ക് വളരെ അഭിമാനകരമായൊരു നേട്ടമെന്നാണ് ഇടവക വികാരി ഫാദർ ജോൺ വി തടത്തിൽ 24 പറഞ്ഞത്. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കോട്ടയത്ത് നിന്ന്. തീർച്ചയായിട്ടും എസ്കെഎൻ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ സഭാ വിശ്വാസികൾക്കും ക്രൈസ്തവ സഭാ സമൂഹത്തിനും വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥാനാരോഹണത്തെ പറയാൻ സാധിക്കും. കാരണം വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തെ കർദിനാളായി സ്ഥാനാരോഹണം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഏവരും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ മാമൂട് എന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാമൂട് ലൂർദ് പള്ളിയിലാണ്. കർദിനാളിൻ്റെ ഇടവകയാണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്നോടൊപ്പം ഇവിടുത്തെ ഇടവക വികാരി കൂടി ചേരുന്നുണ്ട്. അച്ഛാ, എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ? കാരണം ഇതൊരു അപൂർവമായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട് നമ്മുടെ ഈ ഇടവകയ്ക്കും പള്ളിക്കുമെല്ലാം? മാമൂട് ലൂർദ് മാതാ ഇടവകയുടെ അംഗമായ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആ വലിയ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. ഇടവക സമൂഹം മുഴുവനും ഇവിടുത്തെ ജനങ്ങളും നാനാജാതി മതസ്ഥരായി ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. കേരള സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള 3 കർദിനാളന്മാരും ഈ അതിരൂപതാംഗങ്ങളാണ് എന്നുള്ളതിൽ അതിലേറെ സന്തോഷമുണ്ട്. മാർ ആൻ്റണി പടിയറ പിതാവും മാർ ജോർജ് ആലഞ്ചേരിയും മാർ തോമസ് തറയിലും ഉണ്ട്. അതിലും ചങ്ങനാശ്ശേരി അതിൽ അഭിമാനം കൊള്ളുകയാണ്. ഈ ചടങ്ങ് നടക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളോ മറ്റോ ഉണ്ടോ നമ്മുടെ ഇവിടെ? ഇവിടെയും ദേവാലയത്തിലും വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളുമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കുടുംബങ്ങളിലും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. ഓരോ കുടുംബത്തിലും പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു നിറവിലാണ്. ഏറ്റവും ആത്മീയമായ ഒരു ഒരുക്കമാണ് ഇതിനെല്ലാം ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ബാഹ്യമായ ആഘോഷങ്ങളെക്കാളും കൂടുതലായിട്ട് ഒരു ആന്തരികമായ ഒരു ചൈതന്യം ലഭിക്കാൻ പിതാവിന്, പ്രത്യേകിച്ച് ഇപ്പോൾ കർദിനാളായിട്ട് നിയമിക്കപ്പെടുന്ന അദ്ദേഹത്തിന് പരിശുദ്ധ പിതാവിനോടൊപ്പം ലോകമെമ്പാടുമുള്ള സഭയെ നയിക്കാനായിട്ടുള്ള, സാർവത്രിക സഭയെ നയിക്കാനായിട്ടുള്ള, ലോകത്തിന് മുഴുവനും നന്മ ചെയ്യാനായിട്ടുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നാളെ 9 മണിക്കാണ് രാത്രിയിൽ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം 21 കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം ഒരു കുർബാന അർപ്പിക്കുന്നതോടുകൂടി ആ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൻ്റെയും ഒരു നിമിഷം തന്നെയാണ് ഈ മാമൂട് ഇടവകയ്ക്കുമുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്കെൻ.